9 മക്കളുണ്ട് നമുക്ക്. നമുക്ക് മരുന്ന് പോലും വാങ്ങാൻ നമുക്ക് ആരുമില്ല, നമ്മൾ രണ്ടുമല്ലാതെ. വിഷമിക്കല്ലേ, എത്ര മക്കളുണ്ടായിട്ടെന്താ, നമുക്ക് നമ്മൾ രണ്ടുപേരെങ്കിലും ഉണ്ടല്ലോ. ഞാൻ നിങ്ങളെ വിട്ടുപോയിട്ടില്ല, നിങ്ങൾ എന്നെയും വിട്ടുപോയിട്ടില്ല, പിന്നെ എന്താ. സ്ഥലവും ഇല്ലല്ലോ, ഇരിക്കണോ? കുറച്ചൊക്കെ നടന്നിട്ട് നമുക്ക് ഇരിക്കാം. നമ്മളെ നല്ലൊരു ഡ്രൈവറാവട്ടെ, നമുക്ക് അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കുമല്ലോ. കൂടുതലുണ്ട്. എന്താ രണ്ടാളും ഇവിടെ ഇരിക്കണേ? എന്താ പറയാ, മക്കളുടെ എന്താ കാര്യം? എല്ലാ മക്കളും 1-2 ദിവസം നിർത്തിയിട്ട് വിടും. അത് പിന്നെ ആൺമക്കളുടെ ഭാര്യമാരാന്നല്ലേ. സ്വന്തം ഒരു മോളുണ്ട്, അത് അതിനേക്കാട്ടിൽ ആട്ടും വെക്കും. അവളെ ഇറക്കി വിട്ടിട്ട് ഞങ്ങളിവിടെ ഇരിക്കുക. ഞങ്ങൾക്കൊരു ചെറിയ വീടൊക്കെ ഉണ്ട് ഇവിടെ. എന്റെ വീട്ടിലേക്ക് പോരെ. മോന്റെ നല്ല മനസ്സിന് ഞങ്ങൾ ഞാൻ നോക്കിക്കോളാം, എന്റെ വീട്ടിലേക്ക് പോരെ. അങ്ങനത്തെ ഒരു മനസ്സാക്ഷിയുള്ള ഒരാളെ ഞങ്ങൾ കണ്ടല്ലോ. ഞങ്ങളെ മക്കളുടെ പോലും ഇല്ലാത്തൊരു മനസ്സാക്ഷിയ മോനെയാണ്. എങ്ങോട്ടാ രണ്ടാളും പോണേ? ഞങ്ങളെ വൈദ്യുരത്ത് കുഴമ്പും തൈലൊക്കെ വാങ്ങാൻ പോവാണ്. എല്ലാ ആരൊക്കെ രണ്ടാളും നിക്കല്? മക്കള് 9 ആൾക്കാരുണ്ട്. അതെ, ആദ്യത്തെ മോൻ്റെ അടുത്ത് കുറച്ച് നിൽക്കും, പിന്നെ അങ്ങനെ ഓരോ മക്കളടുത്ത് ഞങ്ങൾ നിൽക്കല. അപ്പൊ അവർക്ക് റിസ്ക് ഇല്ല, അവിടുന്നൊക്കെ ഞങ്ങൾ മാറും. നല്ല മക്കളെല്ലാം വിചാരിച്ച് പോയി നിൽക്കും. ചെറിയ മോള് എടുത്തായിരുന്നു ഞങ്ങൾ അവസാനം. അപ്പൊ അവള് എന്നാ പാപ്പ പോകുന്ന, ഞങ്ങൾ എന്നാ അമ്മ പോകുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാണ്ട് ഞങ്ങൾ ഇറങ്ങി ഇങ്ങോട്ട് പോന്നു. ഇപ്പൊ ഞങ്ങൾ കുഴമ്പൊക്കെ വാങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ ഇനി ഓട്ടോറിക്ഷയ്ക്കൊന്നും ഞങ്ങൾക്ക് പൈസ ഇല്ല. ഞങ്ങൾക്കൊരു ചെറിയൊരു കുടിലുണ്ട് അവിടെ, അങ്ങോട്ട് പോവുക. തീരെ നടക്കാനും വയ്യ, ഓട്ടോറിക്ഷയ്ക്കൊന്നും കൊടുക്കാൻ പൈസ ഒന്നുമില്ല മോനെ. അപ്പോൾ പടച്ചൻ്റെ കാവല് 1-ാം ഭാഗം 1 മില്യനായിരുന്നു. 2-ാം ഭാഗം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് ഇത് 3-ാം ഭാഗം ഞാൻ ചെയ്യാൻ ഉണ്ടായ കാരണം. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഒരു അവസ്ഥ ഒരു രക്ഷിതാവിനും ഉണ്ടാതിരിക്കട്ടെ.